ഇപ്പോൾ ലീഗ് ഒന്നും വിട്ടു പറയുന്നില്ല. ശ്രീരണ്ടത്താണിയുടെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ ഈ 3-ാം സീറ്റ് എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ യഥാർത്ഥത്തിൽ അവർ നിർബന്ധിതരാവുകയായിരുന്നില്ലേ? മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കേന്ദ്രമാണ് മലബാർ എന്ന് പറയുന്നത്. ഈ മലബാറിലെ അതിശക്തമായ വേരോട്ടമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ കണക്കുകൾ നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. ഏറ്റവും ശക്തമായ വേരോട്ടമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഒരു 3-ാം സീറ്റ് ആവശ്യപ്പെടണം എന്നൊരു ധാരണ ലീഗിൽ ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ യോഗം ചേർന്നപ്പോഴും അത്തരം ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് അണികളിൽ നിന്ന്, മുസ്ലിം ലീഗിൻ്റെ യുവ നേതാക്കളിൽ നിന്ന് ശക്തമായ ആവശ്യം മുന്നോട്ട് വന്നപ്പോഴാണ് ഇത്തരം ഒരു ആവശ്യത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പ്രതികരിച്ചു തുടങ്ങിയത്. അതുവരെ യോഗങ്ങളിൽ അത്തരമൊരു പരാമർശങ്ങൾ ഉണ്ടായി എന്നല്ലാതെ പുറത്ത് മുസ്ലിം ലീഗ് ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. എന്നാൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മകൻ, യൂത്ത് ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ, മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാവ് ഫീക്ക ഫിറോസ്, അഷ്റഫ് അലി, ഇങ്ങനെയുള്ള മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ വളരെ ശക്തമായ രീതിയിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ അണികളിൽ നിന്ന് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ശക്തമായ രീതിയിൽ വന്ന സമയത്താണ് ഈ ആവശ്യത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് അല്പമെങ്കിലും സീരിയസ് ആയി ഇതിനെ പരിഗണിച്ചത്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുറമെ ഈ ആവശ്യം ഉന്നയിക്കുക എന്നതിലുപരിയായി ശക്തമായി വാദിച്ച് 3-ാം സീറ്റ് നേടിയെടുക്കണമെന്ന ആത്മാർത്ഥമായ ഒരു സമീപനം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇപ്പോഴുമില്ല. പക്ഷെ നമ്മൾ ശക്തമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ JNU-ലടക്കമുള്ള മൈനോറിറ്റി പൊളിറ്റിക്സ് കൃത്യമായി പഠിക്കുന്ന ഒരു സംഘം വിദ്യാർത്ഥികളുടെ കൂട്ടം അവരല്ലേ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയത്? അതെ അതെ മുസ്ലിം അതിൻ്റെ ഒരു ഡാറ്റ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മലബാറിൽ 2015 നടന്ന ഇലക്ഷനിലെ മലബാറിലെ വാർഡുകളിലെ എണ്ണം ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. 1362 വാർഡുകളിലാണ് കോൺഗ്രസ് ജയിച്ചത്. 1725 വാർഡുകളിൽ ലീഗിൻ്റെ കയ്യിലാണ്. 363 വാർഡുകളിൽ ലീഗ് അധികമാണ് മലബാറിൽ. അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് മലബാറിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനേക്കാളും വലുത് ലീഗാണ്. അപ്പോൾ ലീഗിൻ്റെ ഒരു ഔദാര്യമല്ല ഇത്, ലീഗിന് രാഷ്ട്രീയപരമായ ലീഗിന് ലഭിക്കേണ്ട ഒരു അംഗീകാരമാണിത്. ഇതൊരു രാഷ്ട്രീയ പങ്കാളിത്തത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകസഭയിലേക്ക് പോയാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു 3-ാം MP ലോകസഭയിലേക്ക് പോയാൽ അത് ഏതർത്ഥത്തിലാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക? കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു MP പോയാലും കേരളത്തിൽ നിന്ന് നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു MP പോയാലും എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ പിന്തുണക്കുന്ന ഒരു സമീപനം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഭരിക്കാനുള്ള അവകാശത്തിന് സ്വാഭാവികമായും രാഷ്ട്രപതി വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയെ വിളിക്കും. അപ്പോൾ കോൺഗ്രസിന് കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവേണ്ടത് ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യം അത് പ്രധാനം തന്നെയല്ലേ ഷഫീഖ്? എന്തൊക്കെ പറഞ്ഞാലും ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ഇതൊന്നും ചോദിക്കാൻ അവകാശമില്ല എന്ന് കോൺഗ്രസ് പറയുന്നില്ലല്ലോ. ലീഗിന് അവിടെ സ്വാധീനമുണ്ട്. ഈ പറഞ്ഞതുപോലെ കോഴിക്കോടായാലും പാലക്കാടായാലും തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരിക്കാം. അങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല കോൺഗ്രസ്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം, അത് വളരെ പ്രധാനമാണ്. എന്നാൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നത് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് നൽകിക്കൊണ്ടുകൂടി പ്രാപ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മലബാറിലെ ലീഗിൻ്റെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലുള്ള ലീഗിൻ്റെ ഒരു രാഷ്ട്രീയമായ അവകാശമാണത്. ഇത് നൽകണമോ ഇല്ലയോ എന്നത് ഔദാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ഇത് ലീഗിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ്. നമുക്ക് ആ കണക്കുകളൊന്ന് നോക്കാം. കാസർഗോഡ് കോൺഗ്രസിന് 154 വാർഡുകളിലാണ് കോൺഗ്രസ് ജയിച്ചത്. 215 വാർഡുകളിൽ ലീഗാണ് ജയിച്ചിരിക്കുന്നത്. വടകര 156 വാർഡുകളിലാണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. 171 വാർഡുകളിൽ അവിടെ ലീഗാണ് ജയിച്ചിരിക്കുന്നത്. ഇങ്ങനെ മലബാറിലെ കൃത്യമായ കണക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടും 3 സീറ്റിലധികം അവകാശമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ലീഗിൻ്റെ അവകാശങ്ങൾ വകവെച്ച് നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. CPI 4 സീറ്റിലാണ് മത്സരിക്കുന്നത്. 4 സീറ്റിൽ CPI മത്സരിക്കുമ്പോൾ 2 സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിന് ഈ രാഷ്ട്രീയ പങ്കാളിത്തം അവർക്ക് അർഹമായ ഒരു അവകാശമാണത്. അത് അവർ വകവെച്ച് നൽകണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം ലീഗ് നേതൃത്വം ശക്തമായ രീതിയിൽ ഈ ആവശ്യം ഉന്നയിക്കാൻ പോകുന്നില്ല.
അണികളെയും യുവാക്കളെയും യുവ നേതാക്കളെയും ഒക്കെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പക്ഷേ പുറത്തു പറഞ്ഞെങ്കിലും അതിൻ്റെ അകത്ത് ഇതിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന തീരുമാനം തന്നെയാണ് ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂറാണ് പാണക്കാട്ട് ചർച്ച നടന്നത്. ഈ 1.5 മണിക്കൂർ ചർച്ച എന്നുള്ളത് കോൺഗ്രസിന്റെ തീരുമാനത്തിന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ശരിയാണ്. എനിക്ക് കിട്ടിയ സ്രോതസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരവും അതാണ്. മുസ്ലിം ലീഗ് ശക്തമായ രീതിയിൽ അടുത്ത ചർച്ചയിൽ ഈ ആവശ്യങ്ങൾ ഒരു വാശിയോടെ മുന്നോട്ട് വെക്കേണ്ടതില്ല. എന്നാൽ ഈ വികാരത്തെയും അണികളുടെയും നേതാക്കന്മാരുടെയും ഈ വികാരത്തെ മാനിച്ചുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് വരുത്തി തീർക്കണം. എന്നാൽ ശക്തമായ രീതിയിൽ വാശി പിടിച്ച് ആ ഒരു സീറ്റ് നേടിയെടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് ഇന്ന് യോഗത്തിൽ ഉണ്ടായത് എന്നാണ് എനിക്ക് ലഭിച്ച വിവരം.